നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ കണ്ടെയ്നർ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. മീൻ വാങ്ങാൻ സാധിക്കുമോ, കടലിലേക്ക് പോകാൻ സാധിക്കുമോ, കടലിൽ കുളിക്കാൻ സാധിക്കുമോ, കടലിൽ ഇറങ്ങി വിനോദങ്ങൾ ഏർപ്പെടാൻ സാധിക്കുമോ, അങ്ങനെ പല സംശയങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക്. സ്വാഭാവികമായും ഇത്തരം സംശയങ്ങൾ സാധൂകരിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട അധികൃതർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചെറിയ മീനുകൾ കഴിക്കരുത് എന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ വരുന്നുണ്ട്. അതേസമയം ഈ ഷിപ്പിൽ നിന്നും വന്നിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ചെറു സംഘങ്ങൾ ഈ തീരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ്. മലേഷ്യൻ തേക്ക് പോലെയുള്ള ലക്ഷങ്ങൾ വില വരുന്ന വസ്തുക്കൾ ഈ മണ്ണിൽ കുഴിച്ചിടുകയും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീരത്ത് കണ്ടിരുന്നു. ഇത് തടയിടാൻ പോലീസ് സംഘവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും 41 കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവരാനും കണ്ടെയ്നറുകൾ പല ഭാഗങ്ങൾക്കായി കരയിൽ എത്തിക്കാനും കൂടുതൽ സമയം ആവശ്യമാണെന്ന് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സാൽവേജ് ഓപ്പറേറ്ററിന്റെ ഭാഗമായി ടി സാൽവേജ് കമ്പനി അധികൃതരും കണ്ടെയ്നർ മാറ്റാൻ ചുമതലപ്പെടുത്തിയ വാട്ടർ ലൈൻ ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥരുമാണ് ഇക്കാര്യം പറഞ്ഞത്. കൃത്യമായ കാര്യപദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്കും തീരപരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിലക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ രാവിലെയോടെയാണ് വലിയ ബോക്സുകളുടെ രൂപത്തിൽ കപ്പലിലെ ചരക്കുകളും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും കഴിഞ്ഞ ദിവസം തീരത്ത് അടിഞ്ഞത്. റീഫർ കണ്ടെയ്നറുകളുടെ ശീതീകരണ സംവിധാനത്തിന്റെ പുറംപാളികൾ പോലെയുള്ള ഭാഗമാണ് തീരത്ത് എത്തിയത്. കൂടാതെ തീരത്ത് വെളുത്ത തരികളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്ലാസ്റ്റിക് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആണ് ഇവയെന്ന് സംശയിക്കുന്നു. കോങ്ങാൽ, മലപ്പുറം പള്ളി ഭാഗങ്ങളിലും കപ്പലിൽ നിന്നുള്ള ചരക്കുകൾ തിരഞ്ഞെടുത്തിരുന്നു. പൊഴിക്കര പൊഴിമുഖത്തിനോട് ചേർന്ന താന്നിയിലും വലിയ ബോക്സുകളുടെ രൂപത്തിലാണ് ചരക്കുകൾ തീരത്ത് അടിഞ്ഞത്. കണ്ടെയ്നറുകൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കാനുള്ള ശ്രമം കനത്ത മഴയിലും തടസ്സപ്പെട്ടു. ബീച്ചിലും പരിസരത്തുമായി കണ്ടെത്തിയ 2 കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ശക്തികുളങ്ങര പള്ളിക്ക് സമീപം കണ്ടെത്തിയവയിൽ 2 എണ്ണം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി എടുത്തുമാറ്റുകയും ചെയ്തു. നീണ്ടകര ഹാർബർ, ചെറിയ അഴീക്കൽ ഹാർബർ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നീക്കം ചെയ്യും. നീണ്ടകരയിലെ കണ്ടെയ്നർ കടലിന്റെ സുരക്ഷാ ഭിത്തിയിലാണ് ഉറച്ചത്. ആ ഭാഗത്തേക്ക് ക്രെയിൻ കൊണ്ടുവരാൻ പ്രയാസവുമാണ്. ഇവയുടെ നീക്കം സംബന്ധിച്ച തീരുമാനം ഇന്ന് എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. 41 കണ്ടെയ്നറുകളാണ് ഇതുവരെ കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ മാറ്റുമെന്ന് കളക്ടർ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. 41 കണ്ടെയ്നറുകളും കൊല്ലം തീരത്ത് തന്നെയാണ് അടിഞ്ഞിരിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, NDRF, കസ്റ്റംസ് സംഘമാണ് മാറ്റുന്നതിനുള്ള ജോലി നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം അറിയിച്ചു. ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയ അഴീക്കലിൽ കണ്ടെയ്നർ കണ്ടതോടുകൂടി 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കസ്റ്റംസ്, ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ തുടർ നടപടികളും സ്വീകരിച്ചു. കണ്ടെയ്നറുകൾ ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങൾ എത്തിയെങ്കിലും അപകടകരമായ വസ്തുക്കൾ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും വ്യക്തമാക്കി. ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ മാറ്റുന്ന പ്രവൃത്തി 1 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ തേക്ക് തടികൾ കൈക്കലാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വന്ന വസ്തുക്കൾ തൊടാൻ പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് ബീച്ചിലടഞ്ഞ മലേഷ്യൻ തേക്കുകൾ കൈക്കലാക്കാനുള്ള ചിലരുടെ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും രാവിലെയുമാണ് തേക്ക് കട്ടകൾ ബീച്ചിൽ തിരയിൽ എത്തിയത്. രാവിലെ കണ്ടപ്പോൾ തന്നെ ആളുകൾ എടുത്ത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. പിന്നീട് പോലീസ് എത്തി മണ്ണിൽ കുഴിച്ചിട്ടവയും ബീച്ചിൽ അവശേഷിച്ചവയും കണ്ടെത്തി അവിടെ തന്നെ കൂട്ടിയിട്ട് കാവലൊരുക്കുകയാണ് ചെയ്തത്. ചിലരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മീൻ കഴിക്കാൻ പാടുണ്ടോ, മീൻ പിടിക്കാമോ എന്നടക്കമുള്ള ചോദ്യമാണ്. കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ ഉള്ളിലുള്ള സാധനങ്ങൾ മീൻ കഴിക്കുകയാണെങ്കിൽ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം. കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ PAH എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മറൈൻ ഗ്യാസ് ഓയിലിന് ഉള്ളിൽ PAH സാന്നിധ്യമുണ്ട്. ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ PAH മനുഷ്യ ശരീരത്തിനുള്ളിലെ എത്തുമെന്നാണ് പ്രശ്നം. PAH അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പിൽ പറയുന്നു. ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ. അതേസമയം വലിയ മീനുകളിൽ PAH സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവയാണ്. PAHന്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുന്നുവെന്നാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണ് എന്ന് കരുതാൻ കാരണം.
ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീൻ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണ് എന്നും കണക്കാക്കപ്പെടുന്നു. എന്നാൽ വലിയ മീനുകളാണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മറൈൻ ഗ്യാസ് ഓയിലിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുമെന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കേരള തീരത്ത് നിന്ന് പിടിക്കുന്ന ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുണ്ട്. അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുമുള്ള ചെമ്മീൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവയ്ക്ക് വലിയ മാർക്കറ്റാണ് ഉള്ളത്. പുതിയ സാഹചര്യം അധികനാൾ തുടർന്നാൽ അത് കയറ്റുമതി മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.